ഉഷയിൽ കുറേ നേരം ഇരുന്നിരുന്ന് എൻ്റെ സമയം പോയതറിഞ്ഞില്ല. പെട്ടെന്ന് ഉച്ചയായി. സ്മെല്ലൊക്കെ വന്ന് നേരെ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ നല്ല മത്തി വറുത്തതും മത്തിക്കറിയും. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒരു പ്ലേറ്റ് എടുത്തു, മത്തി വറുത്തതെടുത്തു, മത്തിക്കറി എടുത്തു, നേരെ പോയിരുന്ന് ഫുള്ള് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെ മഴയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ലൊരു ഉറക്കം ഞാൻ ഉറങ്ങി. 2 മണിക്ക് കിടന്ന ഞാൻ 6 മണിക്ക് എഴുന്നേറ്റത്. പിന്നെ എണീറ്റ് വന്നൊരു ചായയൊക്കെ കുടിച്ച് 50-50 ഒക്കെ കഴിച്ച് മഴയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. ജൂൺ അങ്ങോട്ട് കയറാൻ നോക്കിയിരുന്ന പോലെ മഴ പെയ്യുന്നത്. ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടനാട്ടുകാർക്ക് സ്ഥിരം വരുന്നൊരു കാര്യമുണ്ട്, വെള്ളപ്പൊക്കം. ഞാൻ എപ്പം വെള്ളം പൊങ്ങും എന്ന് നോക്കിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് രാത്രിയായി. രാത്രി എന്ന് വെച്ചാൽ ഒരു 7 മണിയൊക്കെ ആയതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ചെറുതായിട്ട് വിശന്നു. ഞാനപ്പം തന്നെ മാഗിയും ഒരു ബുൾസയൊക്കെ ഉണ്ടാക്കി സ്വസ്ഥമായിട്ടിരുന്ന് കഴിച്ചു. പിന്നെ എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ മീൻകുട്ടൻ്റെ വെള്ളം മാറ്റണമായിരുന്നു, വെള്ളമൊക്കെ മാറ്റി. പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചിൽ ഔട്ട് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. ഒരു സൺഡേ ഉണ്ടായിരുന്നത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് തീരുന്നത്. എങ്ങനെ ഇത്ര പെട്ടെന്ന് പോകുന്നെന്ന് മാത്രമാണ് മനസ്സിലാവാത്തത്. പൊതുവെ ഇപ്പം ദിവസങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് പോകുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ചിലപ്പം നമ്മൾ സമയത്തെപ്പറ്റി വലിയ ബോധേഡാവാത്തതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പോകുന്ന പോലെ തോന്നുന്നത്. ഞാൻ രാവിലെ എണീറ്റതും അതിൻ്റെ ഹാങ് ഓവറും ഒന്നും ഇതുവരെയായിട്ട് മാറിയിട്ടില്ല. അപ്പോഴത്തേക്കിനും ദേ രാത്രിയായി. എന്തൊക്കെയോ ചെയ്യണം, എവിടേക്കോ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ അടുത്ത ഞായറാഴ്ച ആട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.